ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്ലേലിസ്റ്റിലുള്ള വിജയേട്ടൻ്റെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇടുക്കി എന്ന പാട്ടായിരിക്കും. അപ്പോൾ ആ പാട്ട് പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാലക്കാടാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. ആ പാലക്കാട് വെയിലത്തിരുന്ന് കണ്ണടച്ചാലും ഞാൻ ഇടുക്കിയിലെത്തും, എൻ്റെ വീട് ഇടുക്കിയിലാണ്, അവിടെ എത്തും എന്ന് പറയും. ആ ഒരു സിമിലറായിട്ടുള്ള അനുഭവമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഇപ്പോൾ അത് ഇടുക്കിയുടെ ഒരു ആന്തമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അതിൽ ഇടുക്കിയിലെ മഞ്ഞും ആ പച്ചപ്പും ഒക്കെ നമുക്ക് മനസ്സിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള ആ പാട്ടിൻ്റെ ആത്മാവ് പാട്ടിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പം ഒരു കോറസിലൂടെ, ഇപ്പോൾ ആ പാട്ടിലാണെങ്കിൽ തന്നെ ഈ വീടുത്തേ കാറ്റാണ് കാറ്റ്, അത് പറയുമ്പോഴാണ് ആ ഒരു കോറസ് പോർഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലൂട്ട് പോർഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ പാട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ ഒരു കാടിൻ്റെ പാട്ട് പാടുമ്പോൾ ആ കാടിൻ്റെ അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ എന്ത് മാജിക്കാണ് വിജയേട്ടൻ? മാജിക്കൊന്നുമില്ല, അത്തരം മാജിക്കുകളൊന്നും ഇതിലൊന്നും കാര്യമില്ല. ശരിക്ക് അത് എഴുതി കഴിഞ്ഞിട്ട് ട്യൂൺ ചെയ്തതാണ്. അപ്പോൾ ഈ ഇടുക്കി എന്നുള്ള വാക്ക് നമ്മൾ പലവണ കേട്ടിട്ടുണ്ടെങ്കിലും പാട്ടുകളിൽ വന്നിട്ടില്ല, ഇടുക്കിയെ പ്രതിപാദിക്കുന്ന പാട്ടുകൾ വന്നിട്ടില്ല. അപ്പോൾ ഇടുക്കി എന്ന് പറയുന്ന സൗണ്ടിനൊരു ഒരു പെർക്യൂസീവ്നെസ് തോന്നി. അദ്ദേഹം എഴുതിയത് മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി ഇടുക്കി. അപ്പോൾ അതിനൊരു പിസിക്കാറ്റോ പോലെ തത്തത്ത എന്ന് പറയുന്ന ഒരു താളം, അത് വളരെ കൗതുകമായിട്ട് എനിക്ക്, ഇവളാണ് മിടുക്കി ഇടുക്കി മിടുക്കി എന്ന് പറയുന്ന റൈമിങ്ങും ഒക്കെ വന്നപ്പോൾ എനിക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് ഇടുക്കി എന്നുള്ള ആ ഒരു ഇത് വന്നത്. അപ്പോൾ പിന്നെ അത് ഇപ്പോൾ രാഗം അതൊരു രാഗാധിഷ്ഠിതമായിട്ടുള്ളൊരു പാട്ടാണെങ്കിലും ആ ഒരു രാഗം അതിൽ നിന്ന് എടുക്കരുതെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഏത് രാഗത്തിലാണ് ബിലോങ് ചെയ്യുന്നത്? ഇപ്പോൾ ഖരഹരപ്രിയ എന്ന് പറയുന്ന രാഗം എടുത്തേക്കാം. അപ്പോൾ നമുക്കതൊരു മറ്റൊരു വെല്ലുവിളിയാണ്. സോ ഖരഹരപ്രിയ, ഇപ്പോൾ മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഉത്തരാസ്വയം ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി, ഇങ്ങനെ കിട്ടുന്ന ആ സൗഖ്യം, രാഗസൗഖ്യം അല്ലാതെ ആ രാഗത്തിനെ ഇങ്ങനെ ചെയ്യാമെന്ന് വെറുതെ ചിലപ്പോഴൊക്കെ ആലോചിക്കണം. അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. അപ്പോൾ രാഗത്തിൽ ഇവളാണ് മിടുമിടുക്കി എന്ന് പാടാം അല്ലേ? അപ്പോൾ തുതുകുറിഞ്ഞി പൂതിരുകും മൂന്നാറിൻ മണമുള്ള കാറ്റ്, അങ്ങനെ പാടാമല്ലോ രാഗത്തിലേക്ക് വരുമ്പോഴേക്കും. അപ്പം അത് കാണാമവളെ കേൾക്കാമ, അവിടെ ചെറിയ രാഗ ഫ്ലേവർ വന്നിട്ടുണ്ട്. പെണ്ണ് മറുചിരിയെല്ലാം തരരീര അങ്ങനെ രാഗത്തിൽ നിന്ന് രാഗമല്ലാതെ ആക്കിയിട്ട് ആ പാട്ടിലേക്ക് വരുന്ന. ഇപ്പൊ ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, ഇവിടുത്തെ കാറ്റാടാ കാറ്റ് എന്ന് പറയുന്ന ഒരു അവകാശവാദമാണ് ശരിക്കും ആ വരി. ശരിക്കല്ലേ അതൊരു പോയറ്റിക് വരിയല്ല ശരിക്കല്ലേ, അതൊരു നമ്മളിപ്പോൾ പറയില്ലേ, എടാ കാറ്റ് വേണം ഇവിടെ പറഞ്ഞു, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, അറിയോ എന്ന് ചോദിക്കുന്ന അതാണ് അത്. പക്ഷെ അത് ഒരു ക്ലെയിം ആണല്ലോ, ഒരു അവകാശവാദമാണ്. അപ്പോൾ അത് അതെ അത് അവരുടെ പോയട്രിയാണ്. അതൊരു പറയുന്നത് അവിടുത്തെ കാര്യങ്ങൾ കച്ചവടം ചെയ്ത് കേരളത്തിന് കുറച്ച് കാശ് കിട്ടുന്നു എന്നാണ്. അത് പക്ഷെ നമ്മൾ പാട്ടിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി എന്ന്. അപ്പോൾ അങ്ങനെ അതൊരു പോയട്രി എന്ന് പറയുന്നത് അതാണല്ലോ. അതൊക്കെ തന്നെ. ആ പാട്ടൊന്ന് 4 പേര് ഒരുമിച്ച് പാടാം എല്ലാവർക്കും വേണ്ടിയിട്ട്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ
മലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി.